എല്ലാവർക്കും നമസ്കാരം. ദ സ്കൂൾ ഓഫ് സക്സസ് ബൈ റോഷ്നി മേനോൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ മലയാളികൾ ഒന്നടങ്കം അത് ആഘോഷപൂർവ്വം തന്നെയാണ് ആ ഒരു വാർത്ത സ്വീകരിച്ചത് അല്ലേ. നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ലാലേട്ടൻ തന്നെയാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ഈ ഒരു ജേണി എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണല്ലേ. അദ്ദേഹം ഇപ്പം എന്താ പറയുക, സ്പിരിച്വലി ഒക്കെ ഭയങ്കര രസമായിട്ടുള്ള ജേണിയാണ് അദ്ദേഹത്തിൻ്റെ. സ്പിരിച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ് ബേസ്ഡ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഈ യോഗ ഡേയിലൊക്കെ അദ്ദേഹം യോഗ ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ വൈറലായിരുന്നു. എത്ര അനായാസമായിട്ടാണല്ലോ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അതിന് വേണ്ടിയല്ല ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ അതൊരു ജീവിത ശൈലി ആയിട്ട് പോവുകയാണ് എന്നുള്ളത് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമാണ്. ആ ഒരു മുഖത്ത് കാണുന്ന ഒരു തേജസ്സും ആ ഒരു ഓജസ്സും എല്ലാം അല്ലേ, ആ യോഗ ചെയ്യുമ്പോൾ ഒക്കെ എന്ത് രസമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ജേണി എന്ന് പറയുന്നേക്കാൾ അപ്പുറം എന്താ പറയുക, ഈ പറയുന്ന ജേണിയൊക്കെ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഇത്രയും തിരക്കുള്ള മനുഷ്യനാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം സമയം കണ്ടെത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണല്ലേ. നമുക്കൊക്കെ കണ്ട് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. എക്സ്ക്യൂസുകളൊന്നുമില്ലാതെ ഇങ്ങനത്തെ കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ ലൈഫ് അതിനു വേണ്ടി ആ ഒരു സമയമെല്ലാം മാറ്റി വെക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ചാനലിന് ടോപ്പിക്കായ ലോ ഓഫ് അട്രാക്ഷനും ലാലേട്ടനും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അല്ലെങ്കിൽ എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ അദ്ദേഹത്തിന് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു 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 എന്താ പറയുക, ലഘുവായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റായിട്ട് നമുക്ക് ലാലേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് എടുക്കാൻ കഴിയുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ലാലേട്ടൻ്റെ ഏതൊരു ഇൻ്റർവ്യൂ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, ഗ്രാറ്റിറ്റ്യൂഡ് അദ്ദേഹം പറഞ്ഞിരിക്കും. എല്ലാവരോടും നന്ദി, യൂണിവേഴ്സ് ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ആ ശക്തിയോട് നന്ദി പറയുന്നു. അദ്ദേഹത്തിന് എന്താ പറയുക, ഡയറക്ടേഴ്സ് എല്ലാം ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും അദ്ദേഹം ഒരു നന്ദി പറയുന്ന ഒരു കാര്യം ഏതൊരു ഇൻ്റർവ്യൂവിലും അദ്ദേഹത്തിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം എപ്പോഴും പോസിറ്റീവ് തിങ്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് മറ്റൊരു നടനെ പറ്റി ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാനല്ല, ആ നടൻ ചെയ്ത എന്നെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ പോരെ എന്നുള്ളത്. നിങ്ങൾ എന്തിനാണ് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഞങ്ങൾ ഒരുമിച്ച് എത്രയോ നല്ല സിനിമകൾ ചെയ്തിരിക്കുന്നു, എത്രയോ രസകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നു, അതിലേക്ക് നോക്കിയാൽ പോരെ എന്നുള്ളത് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇതിൽ നിന്നും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അദ്ദേഹം പോസിറ്റീവിലേക്ക് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വാക്ക് പറഞ്ഞെങ്കിൽ ഒന്നും കൂടെ അത് കോൺട്രവേഴ്സി ആവാം, കാര്യങ്ങളൊക്കെ ആവാം. പക്ഷെ അദ്ദേഹം നെഗറ്റീവിലേക്കല്ല കോൺസെൻട്രേറ്റ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, എത്രയോ നല്ല സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കൂ എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും വലിയൊരു ബേസിക് പോയിന്റ് അല്ലേ. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു പറയൂ. നമുക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് താങ്ക് യു പറയൂ, പോസിറ്റീവ് തിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും വളരെ സ്പഷ്ടമാണ് ഈ ഒരു കാര്യം. ഒരുപാട് വിമർശനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും നടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ വരാം അല്ലേ, നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ വരാം. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ഓറ, ആ ഒരു കാര്യം, ഒരു പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം പോസിറ്റീവ് കാര്യത്തിലേക്ക് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം ഇന്ന് അദ്ദേഹത്തിന് അതൊക്കെ ചിന്തിക്കാനും അങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും കഴിയണത് അല്ലേ. സോ നമുക്കും പഠിക്കേണ്ട ഒരു പാഠാണ്. പോസിറ്റീവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം പിന്നെ ഇപ്പൊ കണ്ടില്ലേ, അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു അവാർഡ് കിട്ടി അല്ലെ. അദ്ദേഹത്തിന് നിരാശ, ഇത്രയൊക്കെ നല്ലത് ചെയ്തിട്ട് ഇത്രയൊക്കെ ഞാൻ നന്നായി അഭിനയിച്ചിട്ട് എല്ലാവരും എന്നെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇരിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യാതെ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ റിസൾട്ട്സ് ഒക്കെ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ചുറ്റും പറയുന്നവരോ വിമർശിക്കുന്നവരോ അവരവരുടെ ലൈഫിൽ ഒന്നും അല്ലാതായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. സോ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് അദ്ദേഹം ഗ്രാറ്റിറ്റ്യൂഡ്, എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡാണ് അദ്ദേഹം പറയുന്നത്. ബ്ലോഗുകളിലൊക്കെ എഴുതുന്നതും പറയുന്നതും ഒക്കെ കാര്യങ്ങൾ ഈ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിന്റെ ഹംബിൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മറ്റൊരു വീഡിയോ വൈറലായതാണ്. കൂടെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ ആ ഒരു ആക്ഷൻ പറഞ്ഞെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒന്ന് തൊട്ട് ഇങ്ങനെ ഒന്ന് തൊഴണം നമുക്ക് കാണാം. അത് ആ ഒരു ഹംബിൾനെസ് ആണല്ലേ. എല്ലാത്തിലും ഈശ്വരൻ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാത്തിലും ഈ യൂണിവേഴ്സിന്റെ ഒരു ശക്തി ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ആണ്, ഞാൻ എന്തിനു ഇവരെ ഇങ്ങനെ ചെയ്യണം എന്നൊന്നും അദ്ദേഹം വിചാരിക്കുന്നില്ല. അത് സ്വാഭാവികം, അത് ഒരു ക്യാമറയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല, അത് സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ രീതിയാണെന്നുള്ളത് നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ
ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഹംബിൾനെസ് എന്നൊക്കെ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും ബേസിക് ക്വാളിറ്റിയാണ്. അത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ അറിഞ്ഞറിയത് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ രണ്ടാമത്തെ പോയിന്റ് ആണ് ഫ്ലോ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളത്. അദ്ദേഹം പ്രസന്റിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. പ്രസന്റ്, ഫ്യൂച്ചറോ അല്ലെങ്കിൽ പാസ്റ്റിലേക്കോ അദ്ദേഹം പോവാറില്ല. അതായത് ഒരുപാട് സിനിമകൾ ചിലപ്പോൾ ഇറങ്ങുന്നത് ഫെയിൽ ആവുന്നുണ്ടാവും, സക്സസ് അല്ലാതെ പോകുന്നുണ്ടാവും, ഫ്ലോപ്പ് ആവുന്നുണ്ടാവും, സക്സസ് ആവുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്യാറില്ല. അദ്ദേഹം എന്താ ചെയ്യുന്നത്, ഇപ്പൊ അഭിനയിക്കുന്നത് എന്താണോ അത് ഞാൻ നന്നായി ചെയ്യുന്നു. ഈ അടുത്ത് തന്നെ എന്താ പറയാ, സുചിത്ര മാം അദ്ദേഹത്തിന്റെ വൈഫിന്റെ അടുത്ത് ഇതുപോലെ ചോദിക്കുമ്പോൾ അദ്ദേഹം അവര് പറയുന്നുണ്ട്, ലാലേട്ടൻ എപ്പോഴും പ്രസന്റിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ഒരു തരത്തിലും ഫ്യൂച്ചറും ഒരു തരത്തിലും പാസ്റ്റിനെയും അദ്ദേഹം യാതൊരു വിധത്തിൽ അതിലേക്ക് കൊണ്ടുവരാറില്ല എന്നുള്ളത്. ഇതുപോലെ തന്നെ വേറൊരു വീഡിയോയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നമ്മൾ എന്തിനാണ് കഴിഞ്ഞു പോയ കാര്യം ഇങ്ങനെ ആവാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അത് വിടുക, മുന്നോട്ട് നേരെ പോവുക എന്നുള്ളത് അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് പറയുന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് അദ്ദേഹം പ്രസന്റിൽ ജീവിക്കുന്നതാണ്. ഇതന്നെയാണ് പവർ ഓഫ് നൗ എന്ന് പറയുന്ന ഒരു ബുക്കിൽ പറയുന്ന കാര്യമാണ്. ഈ നിമിഷം നിങ്ങൾ എന്താണോ അത് നിങ്ങൾ നന്നായി രസകരമായിട്ട് ചെയ്യാം. കാരണം അദ്ദേഹം ഈ ഒരു നിമിഷം രസകരമല്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലോപ്പായ ഒരു പടത്തെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്ന പടം എങ്ങനെയായിരിക്കും? അദ്ദേഹത്തിന് നന്നായി വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ പറയുന്ന അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുമോ? ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സക്സസ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വരുമോ? അപ്പോൾ എന്തോ ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു വിധി ഉണ്ട് എന്ന് പറയുന്ന പോലെ അപ്പൊ ആ സിനിമ ഫെയിലായി അല്ലെങ്കിൽ ഫ്ലോപ്പായി എന്ന് വെച്ചിട്ട് നമ്മുടെ ആളുടെ ലൈഫ് അവിടെ അവസാനിക്കുന്നില്ല. കരിയർ നല്ല പോലെ തന്നെ മുമ്പോട്ട് പോവുകയാണ് അല്ലെ. സോ നമ്മളും ഈ പറയുന്ന ഫ്ലോ ഓഫ് സ്റ്റേറ്റിലേക്ക് വേണം പോവാൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കരിയറിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ മറ്റ് ഒരു കാര്യമാണ്, ഡയറക്ടേഴ്സ് എപ്പോഴും പറയുന്ന കാര്യമാണ്, അദ്ദേഹത്തിനോട് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ വേറൊരു ലാലേട്ടനാണ് എന്ന് നമ്മൾ പല ഡയറക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം ആൽഫ ബീറ്റ ഗാമ തുടങ്ങിയ ഒരുപാട് ഒരു സ്റ്റേജസ് ഉണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും പോലെ. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഈ പറയുന്ന ആൽഫ സ്റ്റേജിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രം വിതിൻ ആണ്, ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത് ആ സമയത്ത് അദ്ദേഹത്തിന് പോലും മനസ്സിലാവുന്നില്ല ഞാൻ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. കാരണം അദ്ദേഹം പറയാറുണ്ട്, ആ സമയത്ത് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു, അതൊരു പ്രപഞ്ച ശക്തി എനിക്ക് അങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകുന്ന പോലെയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു കർമ്മ എന്ന് പറഞ്ഞ ആ ഒരു ഫീൽഡ് അല്ലെ, ആ ഒരു കരിയർ എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് അദ്ദേഹം വളരെ അനായാസകരമായിട്ട് ബ്ലെൻഡ് ആവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയത്തിലൂടെ നമ്മൾ കാണുന്നത്. അഭിനയം എന്ന് പോലും വിളിക്കാൻ പറ്റില്ല, അത്രയും നാച്ചുറൽ ആയിട്ടല്ല അദ്ദേഹം ചെയ്യണത് അല്ലെ. അപ്പോൾ ആ ഒരു രീതിക്ക് വരുന്ന എന്തുകൊണ്ട് ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മളായാലും നമ്മുടെ എന്ത് കർമ്മ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, ആ ഒരു നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ഉള്ളിൽ നിന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വന്ന് നമ്മളത് എന്ത് കാര്യം ചെയ്താലും അത് അത്രയും സക്സസ് ആവും അല്ലെ. കാരണം നമ്മളത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അത് അത്രയും ഡീപ്പായിട്ടും അത്രയും രസമായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മളും ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, എന്ത് കർമ്മം ചെയ്യുമ്പോഴും മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ നല്ല രസത്തിൽ എന്ത് ഇതായാലും വളരെ ആത്മാർത്ഥതയോടെ ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം എപ്പോഴും യൂണിവേഴ്സിന്റെ ഡിവൈൻ ടൈമിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ, ചില സിനിമകൾ ഫെയിൽ ആവാം, ചില സിനിമകൾ സക്സസ് ആവാം. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കാറില്ല. അദ്ദേഹം ഓക്കെ, ഇന്ന സമയത്ത് എനിക്ക് ഇത് സാധനങ്ങൾ കൊണ്ടുതരും അല്ലെങ്കിൽ എനിക്ക് ഇതെല്ലാം കിട്ടും എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ ഡീപ്പായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ഹറിബറി ഇല്ല. വളരെ അദ്ദേഹത്തിന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ കാമായിട്ടാണ് മിക്ക സമയത്തും നമ്മൾ കാണുന്നത് അല്ലെ. വളരെ രസമായിട്ട്, വളരെ പീസ്ഫുൾ ആണ്. ആ മുഖത്ത് എപ്പോഴും നല്ലൊരു തികഞ്ഞൊരു ചൈതന്യോ എന്താ നമ്മൾ പറയുക അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്ക് ആ മുഖത്ത് കാണാനായിട്ട് പറ്റും. കാരണം അദ്ദേഹം വളരെ പീസ്, ഇത്രയും തിരക്കൊക്കെ ഉണ്ടെങ്കിലും വളരെ പീസ്ഫുൾ ആയിട്ടാണ് പോകുന്നത്. അത് കാരണം അദ്ദേഹത്തിന് അറിയാം, ഓക്കെ, യൂണിവേഴ്സ് ഇന്ന സമയത്ത് തന്നെ ഇന്ന സ്ഥലത്ത് എത്തിക്കും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കും എന്ന് അദ്ദേഹത്തിന് വളരെ വിശ്വാസമുണ്ട്. ആ ഒരു ട്രസ്റ്റ് ഉണ്ട്, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നത് അല്ലെ. നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്ന എപ്പോഴാണ്, നമുക്ക് ഒരാളിലും വിശ്വാസമില്ല, ഈ പറയുന്ന യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ഗോഡിൽ ഒന്നും വിശ്വാസമില്ലെങ്കിൽ നമ്മൾ ഹറിബറി ആയിപ്പോവും. കാരണം അദ്ദേഹത്തിന് അറിയാം, കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അതിന്റെ റിസൾട്ട്സ് എന്തായിക്കോട്ടെ നമ്മൾക്കത് ബാധകമല്ല, നമുക്കത് അതിന്റെ റിസൾട്ട്സ് അതിന്റെ രീതിയിൽ പൊക്കോട്ടെ എന്ന് അദ്ദേഹം തീർത്തും വിശ്വസിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം ഈ പറയുന്ന ഏറ്റവും ഒരു ആക്ടർക്ക് കിട്ടേണ്ട ഏറ്റവും നല്ലൊരു ബഹുമതി, ഏറ്റവും പരമോന്നത ബഹുമതിയൊക്കെ നേടി നിൽക്കുന്ന ഒരു ഇതിലേക്ക് എത്താനായിട്ട് കാരണം അല്ലേ. അദ്ദേഹത്തിന്റെ ഒരുപാട് സംഭാവനകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ, നമ്മുടെ ചാനലിന്റെ എന്താ പറയുക, ഒരു ബേസ് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷനിലേക്ക് അദ്ദേഹത്തെ കണക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അദ്ദേഹത്തിന്റെ
ഇതിൽ നിന്ന് നമുക്കും പഠിക്കാനുണ്ടല്ലേ. വലിയ വലിയ ഓരോ ഇദ്ദേഹം എന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റും കാണുന്ന ഓരോ വ്യക്തികളിലും അവർ നല്ല രീതിയിൽ സക്സസ് ആവുന്നുണ്ടെങ്കിൽ അവരുടെ ലോ ഓഫ് അട്രാക്ഷൻ രീതികൾ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക കരിയറിൽ അല്ലെങ്കിൽ അവരുടെ ഇതിൽ അപ്ലൈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്തൊക്കെയാണ് നമുക്കും അവരിൽ നിന്ന് ടേക്ക് അവേ അല്ലേ. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയല്ലേ അദ്ദേഹം. അപ്പോൾ ഓരോ വ്യക്തിയിൽ നിന്നും നമുക്ക് ടേക്ക് അവേ ഉണ്ടോ. കൊച്ചു കുട്ടികളിൽ നിന്ന് പോലും ഉണ്ടാവും കേട്ടോ. അങ്ങനെ വയസ്സെന്ന് ഞാൻ പറയുന്നില്ല. എന്താ പറയുക, ഓരോരുത്തരും നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് ഓരോ ടേക്ക് അവേസ് ഉണ്ടായിരിക്കും. എന്തൊക്കെ നമുക്ക് അവരിൽ നിന്നും പഠിക്കാം എന്നുള്ളത് അല്ലേ. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. നമ്മുടെ ജീവിതത്തിനും അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ആ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫും സക്സസ് ആവുന്ന ചെയ്യും. അല്ലാതെ എവിടെ പോവാനാ അല്ലേ. അതുകൊണ്ട് നിങ്ങളും ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഒരിക്കൽ കൂടെ ലാലേട്ടന് എൻ്റെ എന്താ പറയുക ഒരുപാട് കൺഗ്രാജുലേഷൻ. എന്താ പറയുക, എൻ്റെ കൺഗ്രാജുലേഷൻ ഒന്നും കിട്ടിയിട്ട് വേണ്ട അദ്ദേഹത്തിന്. എന്നാലും ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു സമാധാനത്തിന് പറയുകയാണ്. എന്താ പറയുക, ഒരുപാട് സന്തോഷം ലാലേട്ട. ഇതുപോലെ നമ്മളെ ഇത്രയും മലയാളികളെ ഇത്രയും എന്താ പറയുക അഭിമാനത്തിൽ കൊണ്ടെത്തിക്കുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ലാലേട്ട. അതുപോലെ തന്നെ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് എന്തൊക്കെയാണ് നമുക്ക് ഡിസിപ്ലിനായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുക. വലിയ വലിയ ബിഗ് ഡ്രീംസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. കാരണം ബിഗ് ഡ്രീംസിലേക്ക് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്നാണ് അർത്ഥം. അല്ലാതെ ആ സ്വപ്നം നമ്മളിലേക്ക് വരില്ല. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളൊരു കുഞ്ഞു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു സ്വപ്നം അറ്റൈൻ ചെയ്യാനായിട്ടുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളൊരു വലിയ ഡ്രീം വയ്ക്കുകയാണെങ്കിൽ ആ വലിയ ഡ്രീം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രീം നിങ്ങളെയും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഫ്രീക്വൻസിയിൽ ഉയർന്നിട്ട് ആ ഒരു ഡ്രീം നമ്മളിലേക്ക് വരണമെന്ന് ആ ഒരു ഡ്രീമും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ വലിയ ഡ്രീമുകൾ ഞാൻ കാണുന്നു, അയ്യോ ഇത് എനിക്ക് പ്രശ്നമാവുമോ എന്ന് ചിന്തിക്കേണ്ട. ആ ഡ്രീമിന് കേപ്പബിൾ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു വലിയ ഡ്രീം കാണാനായിട്ട് സാധിക്കുന്നത്. സോ നിങ്ങളും ഒട്ടും തളരാതെ ആ ഒരു വലിയ ഡ്രീം തന്നെ ഫോളോ ചെയ്തു പോവുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ദിസ് ഈസ് ജോഷി മേനോൻ സൈനിങ് ഓഫ്.